ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മാധ്യമം, മംഗളം തുടങ്ങിയ പത്രങ്ങളിലും അതുപോലെ തന്നെ ദൂരദർശനിലും മാധ്യമപ്രവർത്തകനായിരുന്നിട്ടുള്ള, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തന രംഗത്തെ ഏറ്റവും വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തിയുള്ള ഒരു സമ്പുടമായിട്ടുള്ള മാധ്യമ സമീക്ഷയുടെ സമ്പുടത്തിൻ്റെ ചീഫ് എഡിറ്ററുമായിരുന്ന ശ്രീ രാജഗോപാലൻ വി ആണ്. അദ്ദേഹം ഈ വിദേശ രാജ്യങ്ങളും ഒക്കെ സന്ദർശിച്ചിട്ടുള്ളതും ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് നന്നായിട്ട് ആഴത്തിൽ അറിയുന്ന ഒരു വ്യക്തിയുമാണ്. രാജഗോപാൽ, ഇപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു യുദ്ധത്തിനിടയിലാണ് അല്ലേ? വാസ്തവത്തിൽ ഇന്ത്യയുടെ ഒരു അടിയന്തര അവസ്ഥയാണത്. തീർച്ചയായും ഇന്ത്യക്കാർ അവിടെ ഗൾഫ് രാജ്യങ്ങളിലെ വളരെ തീവ്രമായിട്ടുള്ള വേദനകളും ഉത്കണ്ഠയും ട്രോമയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അവരുടെ ബന്ധുക്കൾ അതുപോലെ വളരെ ബന്ധുരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട്, അവരുടെ മനസ്സിനെ മതിക്കുന്ന കാര്യങ്ങളുമായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മളെ യുദ്ധം ബാധിച്ചു തുടങ്ങി. നഗരങ്ങളിൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ഇപ്പം നമ്മളിപ്പോൾ വന്ന വഴിക്ക് കണ്ടല്ലോ, അയൺ ചെയ്യാൻ പോലും ഗ്യാസ് ഇല്ലാതെ കൊണ്ട് ആ ഇസ്തിരിയുടെ പ്രവർത്തനം അത് ഉപരിപ്ലവമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം. പക്ഷെ ആഴത്തിൽ വരെ അത് ബാധിച്ചിരിക്കുന്നു. രാജ്യത്തിന് വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. ഈ യുദ്ധം ഉടനെ എങ്ങാനും തീരുമോ? യുദ്ധം അധികകാലം നീളാൻ സാധ്യതയില്ല. കാരണം ഇറാനും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ ഈ യുദ്ധം വേണ്ട, മുമ്പോട്ട് കൊണ്ടുപോണ്ട. പക്ഷേ ആരാദ്യം ഇത് നിർത്തും എന്നതാണ് പ്രശ്നം. ഇറാന്റെ സമീപനമാണെങ്കിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. കാരണം തങ്ങൾ ആക്രമിക്കപ്പെട്ടു, നമ്മളെ നേതാക്കന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ആരംഭിച്ച ഈ യുദ്ധം നിങ്ങൾ തന്നെ അവസാനിപ്പിക്കണം എന്നൊരു സമീപനമാണ് അവർക്ക് പൊതുവേ ഉള്ളത്. അതിന് കീഴ്പ്പെടാൻ, അതായത് അമേരിക്കയ്ക്ക് തോറ്റുവെന്ന് സമ്മതിക്കാൻ അല്ലെങ്കിൽ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് പിന്മാറാൻ ഒരവസരത്തിന് വേണ്ടിയാണ് അവരിപ്പോൾ കാത്തിരിക്കുന്നത്. ആര്? ഇറാൻ, അമേരിക്ക കാത്തിരിക്കുന്നത്. തോറ്റു, അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ഏറ്റവും പുതിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇറാഖിനെ ഇവർ 13 ദിവസം കൊണ്ട് തരിപ്പണമാക്കി സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി. വെറുതെ ഒരു വ്യാജ ആരോപണം, രാസായുധ മാസ് വെപ്പൺസ് ഓഫ് ഡെസ്ട്രക്ഷൻ അവിടെ ഉണ്ടെന്നുള്ള വ്യാജ ആരോപണത്തിൻ്റെ പേരിൽ ഇത് കണ്ടപ്പോൾ ഇറാൻ ഒരു പാഠം പഠിച്ചു എന്നാണ് പറയുന്നത്. അവര് ഈ സെൻട്രൽ കമാൻഡ് എന്നുള്ള സിസ്റ്റം നിർത്തലാക്കി അതിനെ ഡീസെൻട്രലൈസ് ചെയ്തപ്പോൾ 31 കമാൻഡുകളാണ് ഉള്ളത്. ആ 31 കമാൻഡുകളാണ് നിയന്ത്രിക്കുന്നത്. അതിന്റെ മുകളിൽ ഒരു ആയത്തല ഖമേനിയും വേണ്ട, ഒന്നും വേണ്ട. ഏതു രാഷ്ട്ര മേധാവി പോയാലും ശരി, ഇവർ ഈ പ്രോവിൻസുകളാണ്, 31 പ്രോവിൻസുകൾ, അവർ ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു കാര്യം, ഇവരുടെ യുദ്ധം മെഷീൻ എപ്പോഴും ഓണായിരിക്കും, ഒരിക്കലും ഓഫാക്കാൻ പറ്റില്ല. അമേരിക്ക പ്രതീക്ഷിക്കുന്ന കീഴടങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഒരു സെൻട്രൽ കമാൻഡിന്റെ ഉത്തരവ് അവർക്ക് വേണ്ട. അവർ ഓരോന്നും സെൽഫ് സഫീഷ്യൻ്റായ സ്വയം പ്രവർത്തിക്കുന്ന ഓരോ ഗ്രൂപ്പുകളാണ്. അതെ, അതുകൊണ്ട് ഒന്നത്. പിന്നെ ഇറാന്റെ ഭൂപ്രകൃതി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവിടെ ഒരു കരയുദ്ധം ജയിക്കാൻ ഒരിക്കലും ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ കഴിയില്ല. അവർക്ക് നല്ലവണ്ണം അത് അറിയാം. ഇപ്പൊ കൊണ്ട് ഇറക്കും കരസേനയെ എന്ന് പറയുന്നെങ്കിലും അതിനവർ മുതിരാവാത്തത് അവിടെ ഇറങ്ങിയാൽ ആരും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് അമേരിക്കയുടെ അവസ്ഥ. വാസ്തവത്തിൽ അമേരിക്ക ഇപ്പോ നീന്തറിയാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലേ? വാസ്തവത്തിൽ അതാണ്. ഇസ്രായേലിനും അത് തന്നെ സംഭവിച്ചു. ഇസ്രായേലിനെ അറബ് രാജ്യങ്ങളെല്ലാം കൂടി യുദ്ധം ചെയ്ത സമയത്തും അതുപോലെ തന്നെ അവർ ഹെസ്ബുള്ളയായിട്ട് ഹമാസുമായിട്ട് യുദ്ധം ചെയ്ത സമയത്തും ഇതുപോലെ പൊള്ളലേറ്റിട്ടില്ല. ഹൈഫയും ടെൽ അവീവും ഒക്കെ നിന്ന് വിറയ്ക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ല. അദ്ദേഹം വധിക്കപ്പെടുമെന്നുള്ള ഭീതി കൊന്നിരിക്കും, ഞങ്ങളുടെ കുട്ടികളെ കൊന്ന നിന്നെ ഞങ്ങൾ കൊന്നിരിക്കുമെന്ന് ട്രംപിനും ആ ഭയമുണ്ട്. അപ്പൊ അവര് ഭയഗ്രസ്തരാണ്. ഈ വീരവാദങ്ങൾ ഇതിലിപ്പോ ശരിക്കും പറയാവുന്നത്, യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാതെ നിർത്താൻ നിർബന്ധിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത്. 1-2 മാസം പരമാവധി നീളാം. അതിനപ്പുറം പോയാൽ അമേരിക്കയുടെ സമ്പൂർണ്ണ തകർച്ചയായിരിക്കും. ഇപ്പൊ ആദ്യം ഇപ്പൊ റിഷീം ചേഞ്ചിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പൊ റിഷീം ചേഞ്ച് ഉണ്ടാകാൻ പോകുന്ന അമേരിക്കയിലാന്ന് പറഞ്ഞു. ട്രംപിനെ ഇപ്പൊ അവർ നാട്ടുകാരെ പുറത്താക്കും. അതായത് ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെ പിഴുതെറിയുക, നേതാക്കളെ കൊല്ലുക, ഇതൊക്കെ തന്നെയായിരുന്നു ലക്ഷ്യം യുദ്ധത്തിന്റെ. പക്ഷേ
കുറെ നേതാക്കന്മാരെ കൊന്നു എന്നല്ലാതെ ഇസ്ലാമിക ഭരണം മാറ്റാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട രാജഗോപാലിന് അറിയാവുന്ന ആര്യ വംശജരാണ്, ലോകം കീഴടക്കിയിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ മതമല്ല കാരണം, അവരുടെ ആര്യവംശ രക്തം, പോരാട്ട വീര്യമുള്ള രക്തം. നമുക്കറിയാം ഡാരിയസിന്റെ കാര്യം, ലോകം കീഴടക്കിയ ആള്. അതിനു മുമ്പ് സിറിയസ്, ലോകത്തെ മുഴുവൻ, ഇന്ത്യ ഉൾപ്പെടെ കീഴടക്കിയ ആളാണ് സിറിയസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒരു അലക്സാണ്ടർ ചക്രവർത്തി വേണ്ടി വന്നിരുന്നു. റോമൻ സാമ്രാജ്യവുമായിട്ട് ഇവർ പോരാടി നിന്ന ആൾക്കാരാണെന്നാണ് ചരിത്രം പറയുന്നത്, അല്ലെ? എന്ന് മാത്രമല്ല, ഇറാന്റെ സാമൂഹിക ജീവിതത്തിൽ അവരുടെ ആര്യ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ഇസ്ലാം മതം മാറി ഒരു വിഭാഗം വന്നു, ഇസ്ലാമിക ഭരണം വന്നു എന്നോ ശരി തന്നെ. ഇസ്ലാമിക ഭരണം ഇറാനിൽ വന്നിട്ട് 30 വർഷത്തിലധികമായി. ഇപ്പോ ഇറാന്റെ മനസ്സ് ഇസ്ലാമിക ഭരണത്തിന് അനുകൂലമാണ്. അത് ശരി. പക്ഷെ അവിടെ ചിലപ്പോ ഒന്നിപ്പിച്ചു. ട്രംപ് ഒരു കാര്യം ചെയ്തു, ഭിന്നിച്ചു നിന്ന ഇറാനെ ഒന്നിച്ചു. കുറെ സ്വാതന്ത്ര്യ പോരാളികളും ഇൻഡിപെൻഡൻസ് വേണമെന്നുള്ളൊരു ഡെമോക്രാറ്റുകളും ഡെമോക്രസി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ട് അവിടെ. പക്ഷെ അവരൊക്കെ ന്യൂനപക്ഷമാണ്. ഇവരുടെ ബലത്തിൽ അവർ നിശബ്ദമാക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ശരി. ഈ വേറൊരു കാര്യം ഞാൻ പറയാം, ചരിത്രം ആവർത്തിക്കുന്നു, അത് രണ്ടാമത് വരുമ്പോൾ പ്രഹസനമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ നമ്മൾ ഒരു ആവർത്തനം കാണുക. അതായത് 247 BC, ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തു ഭൂമുഖത്ത് വരുന്നതിന് 247 വർഷം മുമ്പ് അവിടെ റോമൻ എംപയറുമായിട്ട്, റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കൻ സാമ്രാജ്യത്തെക്കാളും ലോകം മുഴുവൻ കീഴടക്കി സീസറുടെ ആ സാമ്രാജ്യത്തെ തോൽപ്പിച്ച രാജ്യമാണ് ഈ പേർഷ്യ. അതുപോലൊരു അവസരമായി ഇപ്പോൾ ഈ അമേരിക്കൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ആദ്യം ഗ്രീക്ക് സാമ്രാജ്യം, അത് കഴിഞ്ഞിട്ട് റോമൻ സാമ്രാജ്യം, ഇപ്പൊ അമേരിക്കൻ സാമ്രാജ്യം. അവരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിന്റെ ഒരു ആവർത്തനം കൂടാണ്. ഇതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ച ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അമേരിക്ക ഒരിക്കലും ഇനി ഒരു സൂപ്പർ പവർ അല്ല എന്ന് ഈ യുദ്ധത്തോടു കൂടി തെളിയിക്കപ്പെടാൻ പോകും. അതിൽ നിന്ന് മാറാനോ രക്ഷപ്പെടാനോ വീണ്ടും തിരിച്ചു വരാനോ അമേരിക്കയ്ക്ക് കഴിയുകയില്ല. അതുപോലെ നമുക്കറിയാം സ്വരാഷ്ട്രീയൻ മതം, അല്ലെ? സൗരാഷ്ട്രീയൻ മതം. നമ്മുടെ ജാംഷഡ്ജി ടാറ്റ ഒക്കെ ആ മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇന്ത്യയിലേക്ക് സ്നേഹിച്ച് വളർത്തിയ ആൾക്കാരാണ്. ആ സ്വരാഷ്ട്രീയനിസം അവിടെ മാറ്റപ്പെട്ടുവെങ്കിലും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഹോർമൂസ് കടൽ, ആ ഹോർമൂസ് എന്നുള്ള പേര് നമ്മുടെ സരസ്വതി ദേവതയെ പോലെ ഈ സ്വരാഷ്ട്രീയൻ മതക്കാർ, അതായത് പാഴ്സികൾ വിശ്വസിക്കുന്ന ഒരു ദൈവം. ഇന്ന് വരെ ഇറാൻ അതൊരു മതരാജ്യമാണെങ്കിലും ആ പേര് മാറ്റിയിട്ടില്ലെന്നുള്ള കാര്യം കൂടെ, ഹോർമൂസ് എന്നുള്ള പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ ഡാരിയസിന്റെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു. അങ്ങനെ ഈ ഡാരിയസിനെ പേർഷ്യൻ എംപയറിന്റെ അധിപനായിട്ടുള്ള ഡാരിയസിനെ ഒരിക്കൽ തോൽപ്പിച്ചു ഗ്രീക്ക് സാമ്രാജ്യം. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ സൈനികരിൽപ്പെട്ട ഒരാൾ ഈ വാർത്ത അറിയിക്കാൻ വേണ്ടി ഓടിയ ഓട്ടം, അതാണ് മാരത്തോൺ ഓട്ടം എന്നറിയപ്പെടുന്നത്. ആ മാരത്തോൺ ഓട്ടം, ഈ മാരത്തോൺ എന്ന് പറയുന്ന സ്ഥലവും അവിടാണ്. മാരത്തോണിൽ വെച്ചാണ് യുദ്ധത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ചത്. അതോടുകൂടി പിന്നെ ഈ സാമ്രാജ്യത്തെ തോൽവിയായിരുന്നു. പക്ഷേ ആ തോറ്റുകിടന്ന സാമ്രാജ്യത്തെ ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ ഒരു പ്രഹസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റും ഉണ്ടാവുകയില്ലെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്ക ഇപ്പോൾ യുദ്ധം നടത്തുന്നത് അതിന് $80 മില്യൺ ഒക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു. അതേസമയം ഇപ്പോൾ ഈ ഇറാൻ യുദ്ധം നടത്തുന്നത് കേവലം 20,000 രൂപ, നമ്മുടെ രൂപയുടെ കണക്കനുസരിച്ച് 20,000 രൂപ 30,000 രൂപയുള്ള സാധനങ്ങൾ വേറെ. അതെ, ഇരുമ്പ് പൈപ്പിനകത്ത് ആക്രി സാധനത്തിനകത്ത് വെടിമരുന്നവർക്ക് നേരെ അങ്ങ് വിടുകയാണ് അവരുടെ പരിപാടി. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമൊന്നുമില്ല. അമേരിക്കയ്ക്ക് യുദ്ധം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ്. മറ്റവർക്ക് കളിപ്പാട്ട നിർമ്മാണം പോലെ അവരുടെ ആയുധം നടക്കുന്ന, പക്ഷേ എഫക്റ്റീവ് ആണ്, വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നു. ഇനി അവസാനമായിട്ട് ഒരു വാക്കും കൂടി, ഇതിന്റെ ഒരു സാമ്പത്തിക പ്രത്യാഘാതം നമുക്ക് എന്തായി തീരും? അപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ടത്. യുദ്ധം അധികകാലം നീണ്ടു നിന്നാലും ഇല്ലെങ്കിലും ലോകമാസകനം ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും. അതാരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ക്രൂഡ് ഓയിൽ മൂവ്മെന്റ്, ക്രൂഡ് ഓയിൽ മാത്രമല്ല കമ്മോഡിറ്റി എല്ലാം, സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം മൂവ്മെന്റ് തടസ്സപ്പെട്ടിരിക്കുന്നത് മൂലം സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയും ലോകമെമ്പാടും ഇൻഫ്ലേഷൻ വരികയും ഒക്കെ ചെയ്യും. ഇപ്പോ ഇന്ത്യയുടെ 2 കപ്പലുകൾ അവർ കടത്തിവിട്ടു നേരത്തെ. അതുകൂടാതെ 2 കപ്പലുകൾ ഇപ്പോൾ മുന്ദ്ര തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 24 കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ ഇന്ത്യക്ക് ഞങ്ങളൊരു തടസ്സവും ഉണ്ടാക്കുകയില്ല.
ഇസ്രായേലിനും അമേരിക്കയ്ക്കുമേ ഉണ്ടാക്കുള്ളൂ ഉണ്ടാക്കുള്ളൂ. അഗ്രാച്ചി പറഞ്ഞു കഴിഞ്ഞു, അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ 24 കപ്പലുകൾ അവിടെ കിടക്കുകയാണ്. ആ കപ്പലുകൾ കൊണ്ടുവരാനുള്ള നമ്മളറിയാതെയുള്ള തീവ്രമായ യത്നങ്ങൾ ജയശങ്കർ നടത്തിക്കൊണ്ടിരിക്കുക. ഉറപ്പായിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ബ്രിക്സ്, ഈ ബ്രിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്സില് ഈ ഇറാനും ഉണ്ട്, അതുപോലെ തന്നെ UAE ഉണ്ടെന്നുള്ളതാണ്. അതെ അതെ. അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ, അവരെ രണ്ടും ഒരുമിച്ചിരുത്താനുള്ള തീവ്ര ശ്രമങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. അല്ല, അത് ഏറെക്കുറെ വിജയിക്കും എന്ന് തന്നെ നമുക്ക് ബ്രിക്സ് പ്രതീക്ഷിക്കാം. വഴിയാണ് ഇതിന് പരിഹാരം. പ്രത്യേകിച്ച് ഇന്ത്യൻ കപ്പലുകൾക്കുള്ള തടസ്സം 1-2 ആഴ്ചകൾക്കുള്ളിൽ പൂർണ്ണമായും മാറാനുള്ള സാധ്യത. മാത്രമല്ല ഇന്ത്യൻ നേവിയുടെ 2 കപ്പലുകൾ കിടക്കുക, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും നമുക്കൊരു രക്ഷോപായം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രതീക്ഷിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് ഒരു 3-4 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഇന്ത്യക്ക് ഉണ്ടാവും എന്ന് പ്രചരിപ്പിക്കുകയാണ്. അത് പ്രചരിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റുകളിൽ ഒന്ന് ഈ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഇറാൻ, ഇറാഖ് ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തമാവുകയും അവർ സ്വയം പ്രതിരോധ സംവിധാനങ്ങളും സ്വയം ഭരണ സംവിധാനങ്ങളും അവർ ഉണ്ടാക്കുകയും ചെയ്യും. അമേരിക്കൻ മിലിറ്ററി സ്റ്റേഷൻ പോകുന്നു. ഇയാൾ മെഗ എന്നും പറഞ്ഞാൽ തുടങ്ങി, മേക്ക് അമേരിക്ക മാഗ, എനിക്ക് തോന്നുന്നത് മേക്ക് അമേരിക്ക ഗോ എവേ എന്നാക്കി തീർത്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ അങ്ങനെയാണ് സംഭവിക്കാൻ പോണത്. ഒരു പറഞ്ഞോളൂ. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണവശം വേറെ ഇമ്പാക്റ്റ് എന്ന് പറയാം, ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് അന്ത്യം കുറിക്കുന്നതിന്റെ തുടക്കമാണ് ഈ യുദ്ധം. അതെങ്ങനെ? അത് എങ്ങനെയെന്ന് പറഞ്ഞാല് പൊതുവെ തന്നെ ലോകത്ത് മുഴുവൻ ഇസ്ലാമൈസേഷനെതിരെ ഒരു വികാരം നിലവിലുള്ളതാണ്. അതായത് UK ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. എല്ലായിടത്തും ഇതിന്റെ പ്രശ്നം ആഭ്യന്തര ലഹള പോലെ രൂപം വരെ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇറാനെതിരായ യുദ്ധം അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രയേലിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നു. പക്ഷേ യുദ്ധം നടന്നത് ഇസ്ലാമിനെതിരെ ആയതുകൊണ്ടും ട്രംപ് ഇസ്ലാമിക തീവ്രവാദത്തെ അവസാനിപ്പിക്കാനെന്ന് ഒരു അവസരത്തിൽ ഇതിന്റെ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പറഞ്ഞതും ഭയങ്കരമായി ലോകത്ത്, ബാക്കി എന്തോ ആയിക്കോട്ടെ, ലോകത്ത് അംഗീകാരം കിട്ടിയ ഒരു പ്രൊപ്പഗൻഡയാണ്. പിന്നെ ഇതിനൊക്കെ അതിനും ഇസ്ലാം എന്ന് പറയുന്നത് ആദർശപരമായ പിൻബലമില്ലാത്ത ഒരു ഫിലോസഫിയാണ്, ഒരു മതമാണ്. ഇപ്പൊ ഹിന്ദു മതം പോലെയോ ക്രിസ്ത്യൻ മതം പോലെയോ ഉള്ള ഒരു സ്ട്രെങ്ത് ഇത് നിലനിൽക്കുന്നത് അധിനിവേശങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയുമാണ് ഈ മതം നിലനിൽക്കുന്നത്. ആ അക്രമം കൊണ്ട് നിലനിൽക്കാൻ പറ്റില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു യുദ്ധമാണിത്. ഇത് ഭാവിയിൽ വലിയ ഇംപ്ലിക്കേഷൻസ് ഇസ്ലാമിൽ തന്നെ ഉണ്ടാക്കും. പരിഷ്കാരങ്ങൾ, റിഫർമേഷൻ അങ്ങനെ ഉണ്ടാകും. അതാണ് ഇതിന്റെ ഏറ്റവും നല്ലതും ഏറ്റവും ദീർഘകാല പ്രസക്തവുമായ ഒരു ഇമ്പാക്റ്റ്. അതുപോലെ ട്രംപിസത്തിനും തീർച്ചയായും അവസാനം മാത്രമല്ല, അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും ട്രംപ് പോലും വധിക്കപ്പെടുമോ എന്ന് ഭയമുണ്ട്. തീർച്ചയായിട്ടും ഭയത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ അദ്ദേഹം കഴിയുന്നത്. ട്രംപ് തീർന്ന യുദ്ധം തീർന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.